good morning. This is Srijit once again from Polyglots Academy. Welcome back with another new video. ഇന്ന് ഞാനിവിടെ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് കൺസെപ്റ്റ് ഇൻ എനി ലാംഗ്വേജ് ടെസ്റ്റ്. നമുക്കറിയാം പലതരത്തിൽ ലാംഗ്വേജ് ടെസ്റ്റുകളുണ്ട്, പലതരത്തിലുള്ള ലാംഗ്വേജ് ടെസ്റ്റുകളുണ്ട്. IELTS, OET, PT, ടോഫൽ, ഡ്യുവലിംഗോ. അപ്പോൾ ഈ എല്ലാ തരത്തിലുമുള്ള ലാംഗ്വേജ് ടെസ്റ്റിലും വളരെയധികം സുപ്രധാനമായിട്ടുള്ള ഒരു കൺസെപ്റ്റാണ് ഇന്ന് ഞാനിവിടെ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്. ഓക്കെ, ദാറ്റ് ഇസ് നൺ അതർ ദൻ പാരാഫ്രൈസിങ്. അപ്പം പാരാഫ്രൈസിങ് എന്താണെന്ന് എല്ലാവർക്കും അറിയാം. പാരാഫ്രൈസിങ് നിങ്ങൾ കണ്ടിട്ടുള്ളത് റൈറ്റിങ്ങിൽ മാത്രമാണ്. റൈറ്റിംഗ് ദ ഫസ്റ്റ് സെൻറ്റൻസ് യു നീഡ് ടു പാരാഫ്രൈസ്, ദ സെക്കൻഡ് സെൻറ്റൻസ് യു നീഡ് ടു പാരാഫ്രൈസ്. നമ്മുടെ ടീച്ചേഴ്സൊക്കെ പഠിപ്പിച്ചിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ ആക്ച്വലി പാരാഫ്രൈസിങ് എന്ന് പറഞ്ഞാൽ അതൊരു റൈറ്റിങ്ങിൽ മാത്രം ലിമിറ്റ് ചെയ്ത് വെക്കേണ്ട ഒരു കൺസെപ്റ്റ് അല്ല. ആക്ച്വലി പാരാഫ്രൈസിങ് 4 മൊഡ്യൂളിലും, റീഡിങ്, ലിസണിങ്, റൈറ്റിംഗ്, സ്പീക്കിംഗ്, ഈ 4 മൊഡ്യൂളിലും ഈക്വലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റാണ്. പലർക്കും അതറിയില്ല. അത് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ. ഒരു സെൻറ്റൻസ് കിട്ടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ അതിലുള്ള വാക്കുകൾ മാറ്റി അതിൻ്റെ അർത്ഥം മാറാതെ, അപ്പം വാക്കുകൾ മാറ്റുക എന്ന് പറഞ്ഞാൽ യൂസിങ് സിനോണിംസ് എന്ന് പറയും അല്ലേ? സിനോണിംസ്, അതായത് പര്യായ പദങ്ങൾ. അപ്പം നമ്മൾ പാരാഫ്രൈസിങ്ങിൽ ചെയ്യുന്നത് പര്യായ പദങ്ങൾ ഉപയോഗിച്ചിട്ട് ആ സെൻറ്റൻസ് ഒന്ന് റീഫ്രൈസ് ചെയ്യുന്നു, ഒന്ന് മാറ്റി എഴുതുന്നു. പക്ഷെ അതിൻ്റെ അർത്ഥങ്ങൾ മാറുന്നില്ല, ആ ഒരു സെൻറ്റൻസിൻ്റെ അർത്ഥം മാറുന്നില്ല, ആ ഒരു ക്വസ്റ്റ്യൻ്റെ അർത്ഥം മാറുന്നില്ല. So changing the words of a given question or statement without changing the meaning using synonym is called paraphrasing. അപ്പം നമുക്കറിയാം പാരാഫ്രൈസിങ് എങ്ങനെയാണ്. റൈറ്റിങ്ങിലുള്ള കാര്യം നിങ്ങൾക്കറിയാം. അത് കൂടാതെ റീഡിങ്, ലിസണിങ്, സ്പീക്കിംഗ്, ഇതിലൊക്കെ എങ്ങനെയാണ് പാരാഫ്രൈസിങ് വരുന്നത്. ഏറ്റവും ആദ്യം പാരാഫ്രൈസിങ്ങിൻ്റെ പ്രധാനപ്പെട്ട 2 സവിശേഷതകളുണ്ട്. The main 2 features of paraphrasing. Paraphrasing is all pervasive and ever elusive. All pervasive and ever elusive. അപ്പം പാരാഫ്രൈസിങ്ങിൻ്റെ ഏറ്റവും സുപ്രധാനപ്പെട്ട 2 സവിശേഷതകളാണ്. ഓൾ പെർവസീവ് മീൻസ് സംതിങ് എക്സിസ്റ്റിംഗ് എവരിവെയർ, എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്ന ഒരു കൺസെപ്റ്റിനെ, അല്ലെങ്കിൽ എല്ലായിടത്തും ഉള്ള ഒരു കൺസെപ്റ്റിനെയാണ് നമ്മൾ ഓൾ പെർവസീവ് എന്ന് പറയുക. ജസ്റ്റ് ലൈക്ക് ഗോഡ് എക്സിസ്റ്റ് എവരിവെയർ, isn't it? Here in paraphrasing exists reading, listening, writing, speaking. That is why it is called all pervasive. അതായത് എല്ലായിടത്തും ഉണ്ട്, നമ്മുടെ എല്ലാ മൊഡ്യൂളിലും പാരാഫ്രൈസിംഗ് ഉണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ രണ്ടാമത്തെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്, രണ്ടാമത്തെ സവിശേഷതയാണ് എവർ എലൂസീവ്. എലൂസീവ് മീൻസ് ഹിഡൻ, എപ്പോഴും ഒളിഞ്ഞിരിക്കുകയാണ് ചെയ്യുന്നത്. പാരാഫ്രൈസിങ് ഒരിക്കലും ഡയറക്റ്റ് അല്ല, നമ്മൾ ഇൻഡയറക്റ്റ്ലിയാണ് എഴുതുന്നത്. യൂസിങ് സിനോണിം, പര്യായ പദങ്ങൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എഴുതുന്നത്. അതുപോലെ തന്നെ പാരാഫ്രൈസിങ് ഈസ് ഓൾവേസ് ഹിഡൻ, ഇത് ഒളിഞ്ഞിരിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇനി അപ്പം നമ്മൾ ഇതുവരെ എന്താണ് പാരാഫ്രൈസിങ്, അതിൻ്റെ പ്രധാനപ്പെട്ട 2 സവിശേഷതകൾ കണ്ടു. അപ്പം നമ്മൾ നോർമലി എല്ലാവരും പാരാഫ്രൈസിങ് റൈറ്റിങ്ങിലാണ് എഴുതുന്നത്. റൈറ്റിങ്ങിൽ 1ാമത്തെ സെൻറ്റൻസ് പാരാഫ്രൈസ് ചെയ്യുന്നവരുണ്ട്, 2ാമത്തെ സെൻറ്റൻസ് പാരാഫ്രൈസ് ചെയ്യുന്നവരുണ്ട്. ഇൻട്രൊഡക്ഷനിലുള്ള ഫസ്റ്റ് സെൻറ്റൻസ് അല്ലെങ്കിൽ സെക്കൻഡ് സെൻറ്റൻസ് പാരാഫ്രൈസ് ചെയ്യുന്നവരുണ്ട്. ഓക്കെ, അതായത് ആ കിട്ടിയിരിക്കുന്ന ക്വസ്റ്റ്യനെ പാരാഫ്രൈസ് ചെയ്തിട്ട് എഴുതും, 1ാമത്തെ സെൻറ്റൻസ് ആയിട്ടോ അല്ലെങ്കിൽ 2ാമത്തെ സെൻറ്റൻസ് ആയിട്ടോ. എന്തുകൊണ്ടാണ് നമ്മളങ്ങനെ ചെയ്യുന്നത്? സിൻസ് യു നോ ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ. അപ്പോൾ നമുക്ക് ഇത് വായിക്കുന്ന ഒരു എക്സാമിനർക്ക് അല്ലെങ്കിൽ ഇത് വായിക്കുന്ന ഒരു റീഡറിന്
ഒരു എക്സലൻറ്റ് ഇംപ്രഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് പാരാഫ്രൈസിങ്. നമ്മൾ പാരാഫ്രൈസ് ചെയ്തിട്ട് എഴുതുന്ന സമയത്ത് ദ റീഡർ മേ തിങ്ക് യെസ് ദിസ് സ്റ്റുഡൻറ്റ് ഹാസ് ഗോട്ട് എക്സലൻറ്റ് മാസ്റ്ററി ഓവർ വൊക്കാബുലറി. ഈ സ്റ്റുഡൻറ്റിന് വളരെ നല്ല ഒരു പ്രാവീണ്യമുണ്ട് വൊക്കാബുലറിയിൽ, വാക്കുകളിൽ, ഇംഗ്ലീഷ് വേർഡ്സുകളിൽ നല്ലൊരു പ്രാവീണ്യമുണ്ട് എന്നുള്ളൊരു തോന്നൽ എക്സാമിനറിനുണ്ടാവും. അതുകൊണ്ടാണ് നമ്മൾ പാരാഫ്രൈസ് ചെയ്യുന്നത്. ഓക്കെ, ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ ആൻഡ് ലാസ്റ്റ് ഇംപ്രഷൻ ഈസ് ദ നോട്ട് വേസ്റ്റ് ഇംപ്രഷൻ. ഓക്കെ, ലാസ്റ്റ് ഇംപ്രഷൻ ഈസ് ദ ലാസ്റ്റിംഗ് ഇംപ്രഷൻ ഓർ എവർ ലാസ്റ്റിംഗ് ഇംപ്രഷൻ. അപ്പം നമുക്ക് ഒരു കാര്യം വളരെ വ്യക്തമായി, പാരാഫ്രൈസിങ് എന്തുകൊണ്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ ഫോർ ഗിവിങ് ദ ഫസ്റ്റ് ബെസ്റ്റ് ഇംപ്രഷൻ. ഓക്കെ, അപ്പം ഫസ്റ്റ് ഇംപ്രഷൻ കൊടുക്കാൻ വേറെയും പല മാർഗങ്ങളുണ്ട്. അതെല്ലാം ഞാൻ അടുത്ത വീഡിയോയിൽ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ പാരാഫ്രൈസിങ് എങ്ങനെയാണ് സ്പീക്കിങ്ങിൽ വരുന്നത്, സ്പീക്കിങ്ങിൽ എങ്ങനെയാണ് നമുക്ക് പാരാഫ്രൈസിങ് യൂസ് ചെയ്യാൻ പറ്റുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മൾ 5ാം ക്ലാസ്സിലും അതുപോലെ 6ാം ക്ലാസ്സിലും ഒക്കെ പഠിക്കുന്ന സമയത്ത് നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, എസ്പെഷ്യലി സോഷ്യൽ സ്റ്റഡീസ് ടീച്ചേഴ്സ് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഇന്ത്യയുടെ പുരോഗതിയുടെ കാരണങ്ങൾ എന്തെല്ലാം? വാട്ട് ആർ ദ റീസൺസ് ബിഹൈൻഡ് ഇന്ത്യാസ് പ്രോഗ്രസ്? അപ്പം ഇങ്ങനെ ഒരു ചോദ്യം കിട്ടുന്ന സമയത്ത് നോർമലി സ്റ്റുഡൻസൊക്കെ എങ്ങനെ ആൻസർ ചെയ്യുക? ഇന്ത്യയുടെ പുരോഗതിയുടെ കാരണങ്ങൾ എന്തെല്ലാമാണെന്ന് വെച്ചാൽ എന്നാണ് സ്റ്റാർട്ടിങ്, അല്ലേ? അതിന് ശേഷമാണ് ഓരോരോ ലൈനിൽ ഓരോരോ റീസൺസ് എഴുതും, എന്നിട്ട് എക്സ്പ്ലെയിൻ ചെയ്യും. നോർമലി ആ ഒരു രീതിയിലാണ് എല്ലാവരും അന്ന് സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് എഴുതിയിരിക്കുന്നത്. അതിൽ യാതൊരു തെറ്റുമില്ല. ഓക്കെ, ബട്ട് വെൻ യു ആർ ഗോയിങ് ടു റൈറ്റ് അയൽസ്, നിങ്ങൾ അയൽസ് എഴുതുന്ന നേരം അല്ലെങ്കിൽ OET PTE ഒക്കെ എഴുതുന്ന സമയത്ത് ആ രീതി പോരാ. ഓക്കെ, ദിസ് ഈസ് എ ലാംഗ്വേജ് ടെസ്റ്റ്. യു നീഡ് ടു ഷോ യുവർ ലിംഗ്വിസ്റ്റിക് എബിലിറ്റീസ്. നിങ്ങളുടെ ലാംഗ്വേജിലുള്ള കഴിവുകൾ നിങ്ങൾക്ക് കാണിക്കണം. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ പാരാഫ്രൈസ് ചെയ്യുന്നത്. അപ്പം വാട്ട് ആർ ദ റീസൺസ് ബിഹൈൻഡ് ഇന്ത്യാസ് പ്രോഗ്രസ് എന്നൊരു ചോദ്യത്തിന് അതേ രീതിയിലല്ല നമ്മൾ ആൻസർ സ്റ്റാർട്ട് ചെയ്യുക. അതിന് പകരം സം ഓഫ് ദ കോസസ് ഓഫ് ഇന്ത്യാസ് ഡെവലപ്മെൻറ്റ് എന്നാക്കാം. ഓക്കെ, ആ രീതിയിൽ എഴുതുമ്പോൾ ദ എക്സാമിനർ വിൽ ഗെറ്റ് ആൻ ഇംപ്രഷൻ ഓർ എക്സാമിനർ വിൽ ബി ഇംപ്രസ്ഡ് വിത്ത് യുവർ ആൻസർ. ഓക്കെ, നമുക്ക് മറ്റൊരു ഉദാഹരണം നോക്കാം. സപ്പോസ് the examiner is asking you a question like, can you tell me what are the advantages and disadvantages of technology used in medical field? അങ്ങനെ ഒരു ചോദ്യം എക്സാമിനർ ചോദിച്ചു എന്ന് വിചാരിക്കുക. ഇത് സ്പീക്കിങ്ങിലാണ്. ഓക്കെ, സ്പീക്കിങ്ങിൽ ചോദിച്ചു, can you tell me what are the advantages and disadvantages of technology used in medical field? അപ്പോൾ ഈ രീതിയിലുള്ളൊരു ചോദ്യത്തിന് നോർമലി ഒരു 6 ബാൻഡ് സ്റ്റുഡൻറ്റ് ആൻസർ ചെയ്യുക എങ്ങനെയാണെന്ന് വെച്ചാൽ, സർ, സം ഓഫ് ദ അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് ഓഫ് ടെക്നോളജി യൂസ്ഡ് ഇൻ മെഡിക്കൽ ഫീൽഡ്, ആ രീതിയിലായിരിക്കും. പക്ഷേ ഇഫ് യു ആർ എയിമിങ് അറ്റ് 7+8 ബാൻഡ് സ്കോർ, യു നീഡ് ടു പാരാഫ്രേസ്, യു നീഡ് ടു റീഫ്രേസ്, യു നീഡ് ടു റീസ്ട്രക്ചർ, പല കാര്യങ്ങളും ചെയ്യണം. ഓക്കെ, അപ്പോൾ ആ രീതിയിലുള്ളൊരു ക്വസ്റ്റ്യന് ക്യാൻ യു ടെൽ മീ വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് ഓഫ് ടെക്നോളജി യൂസ്ഡ് ഇൻ മെഡിക്കൽ ഫീൽഡ്? അപ്പോൾ നമ്മളെങ്ങനെ ആൻസർ ചെയ്യാം? ഹൗ യു ആർ ഗോയിങ് ടു ഇംപ്രസ് ദ എക്സാമിനർ? So I'll demonstrate. Sir, it gives me immense pleasure to answer this question, which is close to my heart, since automation is always close to my heart, and today I would like to talk about some of the pros and cons of automated mechanization used in the healthcare sector. അപ്പോൾ നമ്മൾ ആ രീതിയിലൊരു ആൻസർ കൊടുക്കുന്ന നേരം the examiner will be impressed and he will give you a 7+ band score, a 8+ band score, അല്ലേ? അപ്പോൾ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് പാരാഫ്രൈസിങ്.
പാരാഫ്രൈസിങ് കൂടാതെ കോംപ്ലക്സ് സെൻറ്റൻസ് കൂടി ഉപയോഗിച്ചിട്ടുണ്ട്. അത് ഞാൻ അടുത്ത വരുന്ന വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നതായിരിക്കും. ഓക്കെ, അപ്പം നിങ്ങൾക്ക് മനസ്സിലായി എങ്ങനെയാണ് പാരാഫ്രൈസിങ് റൈറ്റിങ്ങിൽ ഉപയോഗിക്കുന്നത്, അതുപോലെ തന്നെ പാരാഫ്രൈസിങ് എങ്ങനെയാണ് സ്പീക്കിങ്ങിൽ ഉപയോഗിക്കുന്നത് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് മനസ്സിലായി. ഇനി പാരാഫ്രൈസിങ് എങ്ങനെയാണ് റീഡിങ്ങിൽ ഉപയോഗിക്കുന്നത്, അതുപോലെ ലിസണിങ്ങിൽ ഉപയോഗിക്കുന്നത്. നമുക്കറിയാം റീഡിങ്, അയൽസ് റീഡിങ്ങിന് ആണെങ്കിൽ 3 പാസേജാണ് ഉള്ളത്. അയൽസ് അക്കാഡമിക് റീഡിങ്ങിന് ദർ ആർ 3 സെക്ഷൻ ആൻഡ് 3 പാസേജസ്. 3 സെക്ഷൻ ഉണ്ട്, അതുപോലെ 3 പാസേജും ഉണ്ട്. ഓക്കെ, 3 ബിഗ് പാസേജ്. അപ്പോൾ ഏകദേശം ഒരു പാസേജിൽ എന്ന് പറഞ്ഞാൽ ഒരു 1000 വേർഡ്സ് ഉണ്ടാവും. അപ്പോൾ 3 പാസേജസ് മീൻസ് 3000 വേർഡ്സ്. ഓക്കെ, അപ്പോൾ യു ഹാവ് ഗോട്ട് ദ പാസേജ് ആൻഡ് ബിലോ ദ പാസേജ് ക്വസ്റ്റ്യൻസ്. ഓക്കെ, അപ്പം അവർ ആദ്യം ഒരു പാസേജ് തരും, അതിൻ്റെ താഴെ ഒരു 13 ചോദ്യങ്ങളുണ്ടാവും. 13-14 ചോദ്യങ്ങളുണ്ടാവും, മിക്കവാറും 13 ചോദ്യങ്ങളുണ്ടാവും ഫസ്റ്റ് സെക്ഷനിൽ. സെക്കൻഡ് സെക്ഷനിലും അതുപോലെ തന്നെ ബിഗ് പാസേജ് ആൻഡ് ക്വസ്റ്റ്യൻസ് ബിലോ ദാറ്റ്, അതിൻ്റെ താഴെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതിലും ഒരു 13 ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക. ഇനി തേർഡ് പാസേജ് ഓൾസോ എ ബിഗ് പാസേജ്, അതിൻ്റെ താഴെ ഒരു 14 ചോദ്യങ്ങളുണ്ടാവും. അപ്പോൾ 13, 13, 14, 40 ക്വസ്റ്റ്യൻസ്. ഓക്കെ, ഈ 40 ചോദ്യങ്ങളാണ് നമ്മൾ ആൻസർ ചെയ്യേണ്ടത്. അപ്പോൾ ദ ക്വസ്റ്റ്യൻസ് വിൽ ബി ബിലോ ദ പാസേജ്. അപ്പോൾ ഒരു പാസേജ് തന്നിരിക്കും, അതിൻ്റെ താഴെ ക്വസ്റ്റ്യൻസ്. അപ്പം നമുക്ക് കിട്ടിയിരിക്കുന്നത് 3 പാസേജാണ്. എല്ലാ പാസേജിൻ്റെ താഴെയാണ് ക്വസ്റ്റ്യൻസ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ എവിടെയായിരിക്കും ആൻസർ ഉണ്ടാവുക? ആൻസേഴ്സ് വിൽ ബി ദെയർ ഇൻ ദ പാസേജ്. പാസേജിലാണ് ആൻസർ ഉണ്ടാവുക, അല്ലേ? ബട്ട് ദേ ആർ നോട്ട് ഡയറക്റ്റ്ലി ഗിവിങ് ദ ആൻസർ. അവർ നേരിട്ട് ആൻസർ തരില്ല, ദേ ആർ ഹൈഡിങ് ദ ആൻസർ. ഓക്കെ, അപ്പോൾ അവർ ആൻസർ എല്ലാം ഹൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും പാസേജിൽ. അപ്പോൾ എങ്ങനെയാണ് അവർ ഹൈഡ് ചെയ്യുന്നത്? ദേ ആർ ഹൈഡിങ് ദ പാസേജ് യൂസിങ് സിനണിംസ്, യൂസിങ് പാരാഫ്രൈസിങ്, അല്ലേ? പര്യായ പദങ്ങൾ ഉപയോഗിച്ചിട്ട്, സമാന പദങ്ങൾ ഉപയോഗിച്ചിട്ട്, സിമിലർ വേർഡ്സ് ഉപയോഗിച്ചിട്ടാണ് അവർ ആൻസേഴ്സ് ഹൈഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് വളരെ കൂടുതൽ സിനണിംസ് അറിയെങ്കിൽ, വളരെ കൂടുതൽ പര്യായ പദങ്ങൾ നമുക്ക് അറിയെങ്കിൽ നമുക്ക് ആൻസർ കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്. ഓക്കെ, സോ ദാറ്റ് ഈസ് വൈ വി നീഡ് ടു ലേൺ ലോട്ട് ഓഫ് വൊക്കാബുലറീസ് ആൻഡ് സിനണിംസ്. വളരെയധികം വാക്കുകളും പര്യായ പദങ്ങളൊക്കെ നമ്മൾ പഠിക്കണം. ഓക്കെ, അപ്പം അതുകൊണ്ടാണ് പാരാഫ്രൈസിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് റീഡിങ്ങിൽ. ഓക്കെ, അപ്പോൾ റീഡിങ്ങിൽ നമുക്ക് എങ്ങനെയാണ് ആ ഹൈഡ് ചെയ്തിരിക്കുന്ന ആൻസേഴ്സ് കണ്ടുപിടിക്കുക, അതിൻ്റെ ഒരു കഴിവ് നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ വളരെ കൂടുതൽ സിനോണിംസ് ആൻഡ് വേർഡ്സ് പഠിച്ചിരിക്കണം. ഓക്കെ, അതുപോലെ തന്നെ IELTS ലിസണിങ്ങിൽ എങ്ങനെയാണ്, ലിസണിങ് മൊഡ്യൂളിൽ എങ്ങനെയാണ് പാരാഫ്രൈസിങ്. അതായത് ലിസണിങ് മൊഡ്യൂളിൽ നിങ്ങൾക്കറിയാം ദ ആൻസേഴ്സ് വിൽ ബി ദെയർ ഇൻ ദ ഓഡിയോ, അല്ലേ? ഒരിക്കലും അതൊരു ആൻസേഴ്സ് ഉണ്ടാവുക ഓഡിയോയിലാണ്. യു ഹാവ് ഗോട്ട് എ ക്വസ്റ്റ്യൻ പേപ്പർ ബട്ട് ദ ആൻസേഴ്സ് വിൽ ബി ദെയർ ഇൻ ദ ഓഡിയോ. പക്ഷേ അവർ ആൻസേഴ്സ് വളരെ ഡയറക്റ്റായിട്ട് തരുന്നില്ല, ആൻസർ ഹൈഡ് ചെയ്തിരിക്കുകയാണ് യൂസിങ് സിനോണിം. റീഡിങ്ങിലുള്ളതുപോലെ തന്നെ ആൻസർ ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ലിസണിങ്ങിലും. ഓക്കെ, അപ്പോൾ നമുക്ക് സിനോണിംസും വൊക്കാബുലറീസും ഒക്കെ വളരെ കൂടുതൽ അറിയെങ്കിൽ മാത്രമേ നമുക്ക് ലിസണിങ്ങിൻ്റെ ആൻസേഴ്സ് വളരെ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റൂ. ഓക്കെ, അപ്പോൾ ഇതുവരെ സംസാരിച്ചതിൽ നിന്നും നമുക്ക് മനസ്സിലായത് പാരാഫ്രൈസിങ് ഈസ് എ കൺസെപ്റ്റ് വിച്ച് ഈസ് ദർ ഇൻ ഓൾ ദ 4 മൊഡ്യൂൾ. IELTSൻ്റെ അല്ലെങ്കിൽ ഏതൊരു ലാംഗ്വേജ് ടെസ്റ്റിൻ്റെയും 4 മൊഡ്യൂളിലും ഉള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റാണ് പാരാഫ്രൈസിങ്. ഓക്കെ, ഇനി അടുത്ത ഒരു സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ പാരാഫ്രൈസിങ് സിനോണിംസ് യൂസ് ചെയ്തിട്ടാണ് പാരാഫ്രൈസ് ചെയ്യുക എന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലേ. അപ്പോൾ ഇതുവരെ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ യു ആർ പാരാഫ്രൈസിങ് യൂസിങ് സിനോണിം. പര്യായ പദങ്ങൾ ഉപയോഗിച്ചിട്ടാണ്, സിമിലർ വേർഡ്സ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ പാരാഫ്രൈസ് ചെയ്യുക. അതാണ് ഇതുവരെ പറഞ്ഞത്. അപ്പം ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ, ഈ പാരാഫ്രൈസിങ് സിനോണിംസ് വെച്ചിട്ട് മാത്രമാണോ ചെയ്യാൻ പറ്റുക?
സിമിലർ വേർഡ്സ് വെച്ചിട്ട് മാത്രമാണോ ചെയ്യാൻ പറ്റുക? അല്ല പാരാഫ്രേസിങ് ചെയ്യാൻ വേറെ എന്തെങ്കിലും മാർഗങ്ങളുണ്ടോ? പാരാഫ്രേസിങ് മീൻസ് ചേഞ്ചിങ് ദ വേർഡ്സ് യൂസിങ് സിനോണിം. പര്യായ പദങ്ങൾ ഉപയോഗിച്ചിട്ട് മാത്രമല്ലേ, പര്യായ പദങ്ങൾ ഉപയോഗിച്ചിട്ടാണ് പാരാഫ്രേസ് ചെയ്യുക എന്നാണല്ലോ ഇതുവരെ പറഞ്ഞത്. അപ്പം എങ്ങനെയാണ് പര്യായ പദങ്ങൾ ഉപയോഗിക്കാതെ പാരാഫ്രേസ് ചെയ്യുക? അപ്പം ഇതാണ് നിങ്ങളിപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ. സാർ ഇതുവരെ പറഞ്ഞത് പാരാഫ്രേസിങ് എന്ന് പറഞ്ഞാൽ സിനോണിംസ് ഉപയോഗിച്ചിട്ടാണല്ലോ ചെയ്യുക. അപ്പം സിനോണിംസ് ഉപയോഗിക്കാതെ എങ്ങനെയാണ് പാരാഫ്രേസിങ് ചെയ്യുക? ഇതായിരിക്കും നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നത് അല്ലേ. അപ്പം ആ രീതിയിലൊരു മെത്തേഡ് ഉണ്ട്. യു ക്യാൻ മേക്ക് പാരാഫ്രേസിങ് വിത്തൗട്ട് യൂസിങ് സിനോണിം. സിനോണിംസ് ഉപയോഗിക്കാതെ തന്നെ നമുക്ക് പാരാഫ്രേസിങ് ചെയ്യാൻ പറ്റും. Okay, so that is very important, and in my opinion, if you know that technique, then your test will be much more easier. നിങ്ങൾക്ക് വളരെ അധികം എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും, whether it is IELTS, OET, PT, Duolingo or TOEFL. ഓക്കെ, അപ്പം ഒരു കാര്യം ചെയ്യാം, ഞാൻ വളരെ വിശദമായിട്ട് എങ്ങനെയാണ് സിനോണിംസ് ഉപയോഗിക്കാതെ പാരാഫ്രേസ് ചെയ്യാം എന്നുള്ളത് അടുത്ത വീഡിയോയിൽ ചെയ്യാം. അതുവരെ സ്റ്റേ ട്യൂൺഡ്. ബൈ ബൈ.